നേമത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തും. ബന്ധുക്കളുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വ്യാജ അക്യൂപങ്ക്ചർ ചികിത്സയാണ് യുവതിക്ക് നൽകിയതെന്നും സ്ഥിരീകരിച്ചു. അതേസമയം യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച ഷമീറയുടെ കുടുംബം രംഗത്തെത്തി. മരണവിവരം നയാസ് മറച്ചുവെച്ചുവെന്ന് പിതാവ് ആരോപിച്ചു. പോലീസ് വിളിച്ചപ്പോഴാണ് കുടുംബം മരണവിവരം അറിഞ്ഞത്. ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞ കഴിഞ്ഞ മാസം അറിയുന്നത് ഗർഭിണിയെന്നുള്ളത്. കഴിഞ്ഞ മാസം ഞങ്ങൾ അറിഞ്ഞത് ഗർഭിണിയെന്നുള്ളത്. അത് അഞ്ചത്തിന് വേണ്ട കല്യാണം ഉണ്ടായിരുന്നു, ബാല്യമില്ല. അപ്പോഴേ പറഞ്ഞു എങ്ങനെ ഗർഭിണിയുണ്ടായത് കാരണം വരാൻ പറ്റില്ല. ഒരു മാസമായിട്ട് ഇതിനു മുമ്പ് അങ്ങനെ അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു നമുക്കറിയേണ്ട സംഗതി ഒരാൾ ഫോൺ വിളിച്ചെടുക്കില്ല മകള്. അപ്പം പിന്നെ ഫോൺ വിളിക്കില്ല. അങ്ങനെയൊക്കെ പ്രശ്നം. ഇവനെ വിളിച്ച് മിഞ്ഞാൽ മൂന്നാമത് പ്രശ്നം വിളിച്ചു. അപ്പം പറഞ്ഞു ഭയങ്കര പണി ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞു. 7 മണിക്ക് വിളിച്ച് പറഞ്ഞു അങ്ങനെ മകൾക്ക് പ്രസവത്തിന് പ്രശ്നമാണ്, വണ്ടി വിളിച്ച് ഞാൻ വരുന്നത്. അപ്പോൾ 10 മണിക്ക് എറണാകുളത്ത് ഞങ്ങൾ ഇറങ്ങി. വാർത്തയായിട്ട് ഇറങ്ങി. ഇത് മൂത്ത മകൻ, ഇത് രണ്ടാമത്തെ 3 മാസമായി. ഓപ്പറേഷൻ ചെയ്യുന്ന കൃഷിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പരിപാടിയില്ല. അതുപോലെ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ തീരുമാനിക്കാനാണ് എനിക്ക് പറഞ്ഞത്. കൊണ്ടുപോയി ഞാൻ തീരുമാനിക്കാനാണ് പറഞ്ഞത്. നാട്ടിലോടൊക്കെ എൻ്റെ ഭാര്യ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത്, ഞാൻ ഇഷ്ടം നീ കൊണ്ടുപോകും, നീ കൊണ്ടുപോകും, ഞാൻ അത് പറഞ്ഞു. ഭർത്താവ് നയാസിന്റെ നിർബന്ധപ്രകാരമാണ് ഷമീറ പ്രസവ ശുശ്രൂഷയ്ക്ക് ആശുപത്രിയിൽ പോകാതിരുന്നതെന്ന് അയൽവാസികളും ആശാ വർക്കറും പോലീസിൽ മൊഴി നൽകി. നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഈ ആശാ വർക്കർ താഴെ ഈ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് വന്ന സമയത്ത് ഒയിര കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവ കയറിപ്പോയപ്പോഴാണ് അറിയുന്നത് 3 മാസം ഗർഭിണിയാണെന്ന്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്, അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ 1 മാസത്തിനകം കൊണ്ട് അവളെ വിലക്കി വെച്ച് ആരുമായിട്ട് സംസാരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് വെളിയിലൊന്നും ഇറങ്ങയില്ല, മിണ്ടയില്ല. അതിന് ശേഷമാണ് ഭാര്യയും മോളും ഒക്കെ വരക്കം വെച്ചത്. അതുവരെ ആരും വരില്ല, തനിച്ച് തന്നെ ആ കൊച്ചുങ്ങളും അവളുമായിട്ട് ഉള്ളത്. അവനും വല്ലപ്പോഴും ഒരിക്കൽ വരും, വന്നിട്ട് അവൻ പോവും. അത്രയും നമുക്കറിയാവും. ഗർഭിണികൾക്ക് ഫുഡുണ്ട്, അതിനു വേണ്ടി ഇവിടെ വന്നപ്പോഴത്തെ ഇവിടെ അടച്ചിരിക്കുന്നു. അപ്പം നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, എൻ്റെ ഹസ്ബൻഡ് അതൊന്നും ഇഷ്ടമില്ല, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഗർഭിണിയാണോന്ന് അറിഞ്ഞതേ ഉള്ളൂ. അപ്പം അത് ഞങ്ങൾക്ക് അതിനെ ഫോളോ അത് ഒരു വീട്ടിൽ വരണം, ഞങ്ങൾക്കെല്ലാം എഴുതണം. അത് പിന്നത്തെ കാര്യം. പക്ഷെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽ ഒന്നും തന്നിട്ടുമില്ല. കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ട് അംഗൻവാടി ഇരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഇരുത്തിയപ്പം തിരക്ക്, പിന്നെ വിടുന്നില്ല. അപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ഇഷ്ടമില്ല അംഗൻവാടി വിടുന്നത്. അങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അക്യൂപങ്ക്ചർ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആരോഗ്യവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും എല്ലാം കൂടെ തൊഴിൽ വകുപ്പും എല്ലാം കൂടെ ഒറ്റക്കെട്ടായി ഇടപെട്ടുകൊണ്ട് ഈ അംഗീകാരമില്ലാതെ ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ഏതെല്ലാം പ്രദേശത്ത് നടത്തുന്നുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെൻറ് എതിരാണ്. ഗവൺമെൻറ് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം കർശനമാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇത്രയും കുറ്റകരമായൊരു കൃത്യത്തിന് ഒരേ ഒരു ഉത്തരവാദിയുള്ളത് ഭർത്താവ് തന്നെയാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്? ഉറപ്പായും. കാരണം ഹനുജ, പോലീസ് ഇക്കാര്യത്തെ വളരെ ഗൗരവമുള്ളൊരു വിഷയമായി കാണുന്നുണ്ട്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള സംഭവം ആ ചികിത്സ നിഷേധിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, പലതവണ ഈ യുവതിയെ പല ആളുകൾ, പ്രത്യേകിച്ച് ആശാവർക്കർ സമീപിച്ചിരുന്നു, മറ്റു നാട്ടുകാർ സമീപിച്ചിരുന്നു. അപ്പോഴൊക്കെ സമീപിച്ചപ്പോൾ ഭർത്താവിന് താല്പര്യമില്ല എന്നുള്ളതായിരുന്നു യുവതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, വെഞ്ഞാറമൂട് സ്വദേശിയെ വീട്ടിൽ വിളിച്ചു വരുത്തി അക്യൂപഞ്ചർ ചികിത്സ നൽകി. മാത്രവുമല്ല, ഇതുമായി തുടർന്ന് ആശാവർക്കർ വിവരം DMOയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല, പക്ഷേ ചോദ്യം ചെയ്തു വരികയാണ്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം ഇവർക്ക് വീട്ടിലെത്തി ചികിത്സ നൽകിയ വെഞ്ഞാറമൂട് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയെടുക്കാനും സാധ്യതയുണ്ട്. ഈ 2 നീക്കങ്ങളാണ് പോലീസ് അടുത്തതായി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതിന് മാതാപിതാക്കളുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തണം. ആ മൊഴി രേഖപ്പെടുത്തൽ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മാത്രവുമല്ല, ഈ വീട്ടിൽ വെച്ച് പ്രസവവേദന ഉണ്ടാവുകയും കുറച്ച് സമയത്തിന് ശേഷം മാത്രവുമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ആ കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുകയും ചെയ്യും. നേമത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരണമടഞ്ഞു. അതിനുശേഷം അതിനോടൊപ്പം തന്നെയാണ് കുഞ്ഞും മരണമടഞ്ഞത്. ആ വിഷയം ഇന്നലെ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച വിഷയമാണ്. ഇപ്പോൾ അതിൽ
പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നീക്കം നടക്കുകയാണ്. അറസ്റ്റ് അല്പസമയത്തിനകം ഭർത്താവ് നയാസിൻ്റേതുണ്ടാകും എന്ന വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകുന്നത്. ഒപ്പം അക്യൂപങ്ക്ചർ ചികിത്സ, നിയമവിരുദ്ധമായ ചികിത്സ നൽകിയ ആളെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുമുണ്ട്.